പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത് 12ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ്. ശ്രീരാമോ ഭരത കൃഷ്ണോ ഭീഷ്മോ ധർമ്മസ്ഥദാർജുന മാർക്കണ്ഡേയോ ഹരിശ്ചന്ദ്ര പ്രഹ്ലാദോ നാരദോ ധ്രുവ. ശ്രീരാമൻ, ഭരതൻ, കൃഷ്ണൻ, ഭീഷ്മൻ, ധർമ്മപുത്രൻ, അർജുനൻ, മാർക്കണ്ഡേയൻ, ഹരിശ്ചന്ദ്രൻ, പ്രഹ്ലാദൻ, നാരദൻ തുടങ്ങിയ പുരാണ ഇതിഹാസ മഹാത്മാക്കളെ കുറിച്ചാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് മുതൽ ചർച്ച ചെയ്യേണ്ടത് ആദ്യം ശ്രീരാമൻ. ഭാരതത്തിലെ ഒരാൾക്കും ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായിട്ട് സഹസ്രാബ്ദങ്ങളായി നാം ആരാധിച്ച് പൂജിച്ചു കൊണ്ടിരിക്കുന്ന മഹാദേവനാണ് ശ്രീരാമചന്ദ്രദേവൻ. ത്രേതായുഗത്തിൽ കോസല രാജ്യത്ത്, അയോധ്യ തലസ്ഥാനമാക്കിയ കോസല രാജ്യത്ത് ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത ഭാര്യയായ കൗസല്യയിൽ ജനിച്ച മകൻ ശ്രീരാമൻ. ശ്രീരാമൻ്റെ ജീവിതം തന്നെയാണ് രാമൻ്റെ സന്ദേശം. രാമൻ ബാല്യകാലത്ത് വസിഷ്ഠ മഹർഷിയിൽ നിന്നും ധാരാളം വേദപഠനം അഭ്യസിച്ചു. തുടർന്ന് 13ാമത്തെ വയസ്സ് പ്രായമുള്ളപ്പോൾ രാമനെ കാണുവാൻ വേണ്ടി വിശ്വാമിത്ര മഹർഷി വരികയും യാഗത്തെ രക്ഷിക്കുവാൻ വേണ്ടി രാമനെ കൂടെ അയക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇവൻ കുട്ടിയാണെന്നും ഞാനും എൻ്റെ സൈന്യവും വരാമെന്ന് പറഞ്ഞിട്ടും മഹർഷി സമ്മതിച്ചില്ല. ഒടുവിൽ വസിഷ്ഠ മഹർഷി ബോധ്യപ്പെടുത്തുകയാണ് ദശരഥനോട്, രാമൻ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പിറന്നവനാണ്. അങ്ങനെ രാമനും ലക്ഷ്മണനും ചേർന്ന് വിശ്വാമിത്ര മഹർഷിക്കൊപ്പം കാട്ടിലേക്ക് പോവുകയും താടകയടക്കമുള്ള രാക്ഷസവർഗത്തെ നിഗ്രഹിച്ച് യജ്ഞം നടത്തുകയും ധർമ്മത്തെ നിലനിർത്തുകയും ചെയ്യുന്ന രാമൻ്റെ ജീവിതം പിന്നീട് അങ്ങോട്ട് സീതയെ വിവാഹം കഴിക്കുന്നതും ജാനകിയെ, ജനക മഹാരാജാവിൻ്റെ പുത്രിയെ വിവാഹം കഴിക്കുകയും രാജാവാകുന്നതിൻ്റെ തലേ ദിവസം തൻ്റെ ഇളയമ്മയായ കൈകേയിയുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് ദശരഥ മഹാരാജാവ് കൊടുത്ത ഒരു വരത്തിൻ്റെ പേരിൽ തൻ്റെ മകനായ ഭരതനെ രാജാവാക്കണമെന്നും 14 കൊല്ലം രാമൻ കാട്ടിലേക്ക് പോകണമെന്നും മന്ധരയുടെ പ്രേരണ കൊണ്ട് കൈകേയി പറഞ്ഞപ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ വാക്ക് പാലിക്കപ്പെടേണ്ടി വന്നു. അതിനുവേണ്ടി രാമൻ സ്വയം സന്നദ്ധനായി മുന്നോട്ട് വന്നു. 14 കൊല്ലം കാട്ടിലേക്ക് പോകുന്നു രാമൻ. ഈ സമയത്താണ് കൂടെ ലക്ഷ്മണനും സീതയും ചെല്ലുന്നത്. എങ്ങനെയായിരിക്കണം ഒരു മകൻ, എങ്ങനെയായിരിക്കണം ഒരു സഹോദരൻ എന്ന് ഇവരിലൂടെ നാം പഠിക്കുന്നു. കാട്ടിലേക്ക് എത്തപ്പെടുന്നു. അവിടുന്ന് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നു. ഈ കഥയെല്ലാം തന്നെ അനേകം കാലങ്ങളായിട്ട് നാം പഠിച്ചു വളർന്ന രാമൻ്റെ ജീവിതമാണ്. പരസ്ത്രീയെ മോഹിച്ച രാവണനെയും അവൻ്റെ വംശത്തെയും കൊന്നൊടുക്കി രാമൻ സീതയെ മോചിപ്പിച്ചു. സീതയുമായിട്ട് രാജ്യം ഭരണം നടത്തി തുടങ്ങുമ്പോൾ ഏറ്റവും നികൃഷ്ടനായ ഒരു പ്രജയുടെ അഭിപ്രായത്തിന് മാനം കൽപ്പിക്കുന്നവനായിരിക്കണം ഒരു രാജാവ് എന്ന അർത്ഥത്തിൽ സീതയെക്കുറിച്ചുള്ള ആരോപണത്തിൻ്റെ പേരിൽ സീതയെ പരിത്യജിക്കുന്ന ശ്രീരാമൻ സർവോപരി ഒരു രാജാവ്, എല്ലാ പ്രജയുടെ അഭിപ്രായത്തിനും വില കൽപ്പിക്കുന്നവനാവണം എന്ന തത്വം നമ്മെ പഠിപ്പിക്കുന്നു. അതാണ് രാജ്യം സുഖം ച സ്വർഗം ച യദിവാ ജാനകീമപി ആരാധനായ ലോകായ മുഞ്ചതോ നാസ്തിമേ വ്യത. രാജ്യമോ സുഖമോ സ്വർഗമോ സീതയെപ്പോലുമോ രാജ്യത്തിനു വേണ്ടി ഉപേക്ഷിക്കുന്നതിൽ എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞ എല്ലാ കാലത്തെയും മാതൃകയായ ഭരണാധികാരിയായ ശ്രീരാമചന്ദ്ര മഹാദേവൻ. നമ്മുടെ പാഠശാലയിൽ നമ്മൾ വിസ്തരിക്കാത്തത് രാമനെക്കുറിച്ച് നാം സമഗ്രമായി രാമായണ പഠനത്തിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നാം ഇന്ന് ശ്രീരാമചന്ദ്രനെ പഠിച്ചു. നാളെ നമുക്ക് ഭരതനെക്കുറിച്ച് പഠിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.